ഓഫർ പ്രൈസിൽ അതും നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലൻ ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്ന ഒരു കിഡ്ലൻ താറ് ബഡ്ജറ്റ് റേഞ്ചിൽ അതും ഡീസലില് ഒരു സ്വിഫ്റ്റ് ആണ്. വാറണ്ടി 1 ഇയർ ഗ്യാരണ്ടിയും 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടിയും ആണ് വരുന്നത്. അതായത് 1 ഇയറിനുള്ളിൽ നമുക്ക് തന്നെ തിരിച്ചു തരാണെങ്കിൽ ഒരു 20% ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ചെടുക്കും വണ്ടി. കൂടാണ്ട് 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി. വെറും 18,000 കിലോമീറ്റർ അതിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന ഏറ്റവും ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു? HTX ആണ്. സോ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. സോ നല്ല ഒരു സെൽട്ടോസിന് സംബന്ധിച്ച് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസ് ഇല്ലാന്ന് തന്നെ പറയാം. അതായത് നമുക്കൊരു വെന്യൂവിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്രച്ച് എന്ന് പറയാം. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. സൺറൂഫ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹനം. സീറോ ഡൗൺ പേയ്മെന്റിൽ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു സെൽട്ടോസ് ആയിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ ടാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയാം. നമുക്ക് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിഡ്ലം വാഹനമാണ്. ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു കിഡ്ലം വാഹനം. ക്യാഷോടെ നമുക്ക് അത്യാവശ്യം വലിയൊരു വണ്ടി വാങ്ങിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇതിന്റെ പകുതി വില എന്ന് തന്നെ പറയാം അല്ലെ. അപ്പോൾ ഒരു പുതിയ വാഹനത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പകുതി വിലയിൽ എത്തിയിട്ടുണ്ട്. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ 10 ലക്ഷത്തിന് താഴെ ഒരു SUV, ഒരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വാഹനം ഇറക്കാൻ പറ്റും? മാക്സിമം ലോൺ മാസം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് അതും 10 ലക്ഷത്തിന് താഴെ ബെസ്റ്റ് പ്രൈസിന് ഒരു കിഡ്ലൻ SUV നോക്കുന്നവരാണെങ്കിൽ വേഗം വിളിച്ചോളി കേട്ടോ. വളരെ റെയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം. നമുക്ക് ഷോറൂമിൽ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ബുക്കിംഗ് പീരീഡ് വരുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് ഹോട്ട് സെല്ലിംഗ് ആയിട്ട് മഹീന്ദ്രയിൽ ഏറ്റവും നല്ലൊരു കിഡ്ലൻ വാഹനം ഒരു 700 അല്ലെ, സെൽട്ടോസ് ആണ്. അപ്പോൾ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഇത് നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ്. ഇത് എങ്ങനെ ഡീസലാണ്. നമുക്ക് അത്യാവശ്യം സിംഗിൾ ഓൺഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നല്ല ട്രാക്ക് കാര്യങ്ങൾ 1 ലക്ഷത്തിൽ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും. ഫുൾ ഓണിൽ ഇറക്കാം. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാത്രം വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഓട്ടോമാറ്റിക് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നു. അതേപോലെ നമുക്ക് സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനം. 7000 കിലോമീറ്റർ മാത്രം ഓടി. 7000 കിലോമീറ്റർ അല്ലേ. XZ പ്ലസ് മാനുവൽ ആണ്. XZ പ്ലസ് S എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിന്റെ ഡോറിന്റെ ഓപ്പണിംഗ് ആണ്. 90 ഡിഗ്രി നമുക്ക് ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് പ്രായമായവർക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വണ്ടിയിലേക്ക് കയറാനും എല്ലാം സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ്. ഏറ്റവും ഡിഫറൻസ് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നല്ല കിഡിൽ SUVകൾ നോക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന നല്ല കിഡൻ കളക്ഷൻ ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത്. സോ നല്ല ട്രാക്ക് കാര്യങ്ങൾ ഒരു 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡ്സുകളായിട്ടുള്ള എല്ലാ SUVകളും നമുക്ക് ഏറ്റവും ചെറിയ കിലോമീറ്ററുകൾ, ചെറിയ ഓൺഷിപ്പിലൊക്കെ ഉള്ള ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമുക്ക് ബ്ലാക്ക് ആവട്ടെ, റെഡ് ആവട്ടെ, ഇനി സബോമീറ്റർ SUVകളാണെങ്കിൽ കിയുടെ സോണറ്റ്, സെൽട്ടോസ്, വെന്യൂ, അതേപോലെ കൈഗർ, ക്രെറ്റ, അങ്ങനെ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും SUVകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിഡ്ലം പാർട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാപ്സിലാണ്. കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജെഫ്നിയാണ്. ജെഫ്നി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാപ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്ത മിനി ബൈപ്പാസിലാണ്, തിരുവണ്ണൂർ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ലൊക്കേഷൻ അയച്ചു തരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഡ് കാറാണെങ്കിലും ഒത്തിരി വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെയൊക്കെയായിരുന്നു ആ വാറണ്ടി കാര്യങ്ങളൊക്കെ? നമ്മൾ വാറണ്ടി 1 ഇയർ ഗ്യാരണ്ടിയും 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടിയും ആണ് വരുന്നത്. അതായത് 1 ഇയറിനുള്ളിൽ നമുക്ക് തന്നെ തിരിച്ചു തരാണെങ്കിൽ ഒരു 20% ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ചെടുക്കും വണ്ടി. കൂടാണ്ട് 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി. സോ നമുക്കൊരു പുതിയ കാർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടെൻഷൻ ഫ്രീ ആയിട്ട് യൂസ്ഡ് കാറാണെങ്കിൽ നമുക്ക് ഒത്തിരി ലാഭത്തോടു കൂടി നമ്മൾ പുതിയൊരു വാഹനമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള ഏറ്റവും വലിയ അട്രാക്ഷന് നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസുകൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കിയുടെ സെൽട്ടോസ് എന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ല. മേജർ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ? ഒന്നുമില്ല. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡലാണ്. HTX പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടിയിൽ വരുന്ന വണ്ടി. സോ നമുക്ക് വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ പക്ക ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വെറും 18,000 കിലോമീറ്റർ. അതിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന ഏറ്റവും ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? HTX ആണ്. സോ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്.
സോ നല്ല ഒരു സെൽട്ടോസിന് നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാന്ന് തന്നെ പറയാം. എത്രയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? 15,45,000. 15,45,000. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5 to 2 നമുക്ക് എടുക്കാം. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം, അതും പക്കാ ലോ കിലോമീറ്റർ. ഫുൾ ബ്ലാക്കിൽ ഒരു ക്രച്ച, അതും ലോ കിലോമീറ്റർ ആണോ വരുന്നത്? ലോ കിലോമീറ്റർ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡൽ എസ് വേരിയന്റ് ആണ്. പെട്രോൾ IMT വരുന്നതാണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മളിവിടെ ആസ്ക് ചെയ്യുന്നത് ഒരു ഓഫർ പ്രൈസ് ആണ്. 12,90,000 രൂപ നമ്മൾ ആകെ ചോദിക്കുന്ന റേറ്റ് ഇവിടെ. അതായത് നമുക്കൊരു വെന്യൂവിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്രച്ച എന്ന് പറയാം. മാനുവൽ ആണ് വരുന്നത്, ലോ കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ചെറിയ കിലോമീറ്ററിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ക്രച്ച് നോക്കുന്നവർക്ക് മാനുവൽ അല്ല, സെമി ഓട്ടോമാറ്റിക് പോലെ IMT ആണ് വരുന്നത്. സോ നമുക്ക് ക്ലച്ച് ഉണ്ടാവില്ല, നമുക്ക് പക്ഷെ നമുക്ക് ഗിയർ ചേഞ്ചിങ്ങോ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം. എത്ര നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5 നമുക്ക് വണ്ടി ഇറക്കാം. 1.5 രൂപ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊഫൈലാണ്. മേ ബി 1 lakh ഒക്കെ മതിയാവും. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. അപ്പോൾ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെന്യൂവിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കെറ്റാന്ന് തന്നെ പറയാം അല്ലെ. ഇത് നമുക്ക് വീണ്ടും ഒരു ഫുൾ ബ്ലാക്കില് ഒരു കിഡ്ലൻ സെൽട്ടോസ് ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ. 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ്, അണ്ടർ വാറണ്ടിയിൽ തന്നെ വരുന്ന വണ്ടിയാണ്. പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇതും IVT തന്നെ വരുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ, മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. സൺറൂഫ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹനം. എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 14,45,000. 14,45,000. ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നിലവിൽ നമുക്ക് വാറണ്ടി ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു സെൽട്ടോസ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 0 ഡൗൺ പേയ്മെന്റിൽ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു സെൽട്ടോസ് ആയിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ ടാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയാം. നമുക്ക് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിഡ്ലം വാഹനമാണ്. സൺറൂഫ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനം. അത് നല്ല ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റ് ഇല്ല. എക്സ്ലൈൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 38,000 കിലോമീറ്റർ. എക്സ്ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഫുൾ ഓണിൽ ഇറക്കുകയും ചെയ്യാം. മാറ്റ് കളറിലാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പെട്രോൾ ആയിരുന്നു. അപ്പൊ ഇനി ഡീസൽ ഓട്ടോമാറ്റിക് ഒരു വാഹനം നോക്കുന്നവർക്ക് മൈലേജ് പെർഫോമൻസ് എല്ലാം വരുന്ന ഒരു കിഡ്ലം വാഹനം അല്ല. അപ്പൊ സ്പെഷ്യൽ റേറ്റ് ആണ്. അത് നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഇറക്കാം. അപ്പൊ നമുക്കൊരു സർപ്രൈസ് ആണ് ഇതിന്റെ റേറ്റ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ പ്രൈസ് പറഞ്ഞില്ല എന്നുള്ള കമന്റ് തെറിയത് വേണ്ട. അപ്പൊ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, സ്പെഷ്യൽ നല്ലൊരു ഓഫർ റേറ്റിൽ നമുക്ക് ഈ സാധനം തരും. അതും നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 1 രൂപ പോലും വേണ്ട. ഡീസൽ ഓട്ടോമാറ്റിക് മോഡൽ പറഞ്ഞ് 2022 മോഡൽ. കിലോമീറ്റർ 38,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കലി സ്പെഷ്യൽ എഡിഷൻ എക്സ്ലൈന്. അത് നമുക്ക് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിഡ്ലൻ സെൽട്ടോസ്. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു കിഡ്ലൻ വാഹനമാണ് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത്. MG ഹെക്ടർ പ്ലസ് ആണ് അല്ലെ. ഏറ്റവും ടോപ്പ് എൻഡ് ഡുവൽ ടൂൺ ആണ്. ഹെക്ടർ 5 സീറ്റർ ആണ്. ഷാർപ്പ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെ. ഡുവൽ ടൂൺ ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് അത്രയും വർത്തി ആയിട്ടുള്ള ഒരു കിഡ്ലൻ SUV. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2021 മോഡലാണ്. സിംഗിൾ ഓണർ, 38,000 കിലോമീറ്റർ. ഷാർപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക്. വെറും 38,000 കിലോമീറ്റർ. അത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. സോ നല്ല കംഫർട്ട് ആയിട്ടൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന അടിപൊളി വാഹനം. എത്രയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് വെറും 13,90,000. 13,90,000 അല്ലെ. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു കിഡ്ലൻ വാഹനം. ക്യാഷോടെ നമുക്ക് അത്യാവശ്യം വലിയൊരു വണ്ടി വാങ്ങിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇതിന്റെ പകുതി വില എന്ന് തന്നെ പറയാം അല്ലെ. അപ്പോൾ ഒരു പുതിയ വാഹനത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പകുതി വിലയിൽ എത്തിയിട്ടുണ്ട്. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. വളരെ റെയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വാഹനം. നമുക്ക് ഷോറൂമിൽ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ബുക്കിംഗ് പീരീഡ് വരുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് ഹോട്ട് സെല്ലിംഗ് ആയിട്ട് മഹീന്ദ്രയിൽ ഏറ്റവും നല്ലൊരു കിഡ്ലൻ വാഹനം ഒരു 700 അല്ലെ. മഹീന്ദ്ര SUV 700. അതും നല്ല പ്യുവർ റെഡിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2022 മോഡലാണ്. 39,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന AX5 എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. 5 സീറ്റർ ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ. അപ്പോൾ നമുക്ക് 5 സീറ്റർ ആണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ. അത് നമുക്ക് പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. സോ നമുക്ക്
എങ്ങനെയായിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത്? ചോദിക്കുന്ന റേറ്റ് 14,45,000. 14,45 അല്ലേ? നമുക്ക് അഡ്ജസ്റ്റബിൾ ആണല്ലോ, പ്രൈസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്കൊരു കിഡ്ലൻ SUV ഉണ്ടാവും. അത്യാവശ്യം നല്ല സ്പേഷ്യസും നല്ല ഫീച്ചർ റോഡർ ആയിട്ടുള്ള ഒരു കിഡ്ലൻ വാഹനം. സബോമീറ്റർ SUV ആണ്. സിൽവർ ഫിനിഷിംഗിൽ വരുന്ന IMT ഗിയർ ബോക്സിൽ വരുന്ന ഒരു കിയ സോണറ്റ്. പക്ക നീറ്റ് ആൻഡ് ക്ലീന്, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ക വർക്കിംഗ്. നിലവിൽ നമുക്ക് ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല, നേരെ ഫ്യൂൽ അടിക്കുക പോവുക. അപ്പം സൺറൂഫ് അടക്കം വരുന്ന ഒരു കിഡ്ലൻ വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡലാണ്. HTX പെട്രോൾ IMT സിംഗിൾ ഓണർഷിപ്പ്, 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് എങ്ങനെയായിരുന്നു ആസ്കിംഗ് പ്രൈസ് എങ്ങനെയായിരുന്നു? വെറും 10 ലക്ഷത്തിന് താഴെ, 9,90,000. യെസ്, അതായത് നമുക്ക് 10 ലക്ഷത്തിന് താഴെ ഒരു SUV, ഒരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വാഹനം ഇറക്കാൻ പറ്റും? മാക്സിമം ലോൺ മാസം. അപ്പോൾ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ്, അതും 10 ലക്ഷത്തിന് താഴെ ബെസ്റ്റ് പ്രൈസിന് ഒരു കിഡ്ലൻ SUV നോക്കുന്നവരാണെങ്കിൽ വേഗം വിളിച്ചോളി കേട്ടോ. ഇത് നമുക്കൊരു റെനോ കൈഗർ ആണ്. അത് നമുക്ക് കോഫി ഫിനിഷിംഗിൽ വരുന്ന അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. നല്ല ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളും അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി കാര്യങ്ങൾ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡലാണ്. RXT ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ്, മാനുവൽ ആണ് വണ്ടി വരുന്നത്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡ്ലൻ വാഹനം അല്ല? അപ്പം സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? 5,50,000. അതായത് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിഡ്ലൻ സബോമീറ്റർ SUV. അത് നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 1 lakh വേണ്ട, ഒരു 75,000 50,000 ഉള്ളിലൊക്കെ മതിയാവും. ഒരു 50-70 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം അല്ലേ? ദെൻ വീണ്ടും നമ്മളൊരു കിയയുടെ സെൽട്ടോസ് ആണ്. അപ്പോൾ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഇത് നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡലാണ്. മാനുവൽ HTX സിംഗിൾ ഓണർഷിപ്പ്, 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ലോ കിലോമീറ്റർ ആണ്, വെറും 21,000 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് പക്ക എല്ലാ വാഹനവും പക്ക ലോ കിലോമീറ്റർ ആണ്. ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ നമുക്ക് വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി വാഹനങ്ങളുണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 12,25,000. 12,25,000. ഇത് നമുക്കൊരു സബോമീറ്റർ SUV, അതായത് ഒരു സോണറ്റിന്റെ ഒക്കെ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 lakh 1.5 ഒക്കെ ഇറക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഏകദേശം അങ്ങനെ ഒരു എല്ലാ SUV ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് വീണ്ടും ഒരു സെൽട്ടോസിലേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്ക് ആര്യയുടെ സോൾഡ് ആണ്. ഇത് നമുക്ക് വീണ്ടും ഒരു ബ്ലാക്കിലല്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ ഡീസൽ മാനുവൽ. ഇത്രയും നേരം നമ്മൾ കുറെ ഓട്ടോമാറ്റിക് കാണിച്ചത്, ഇപ്പോൾ ഡീസൽ മാനുവലേക്കാണ്. സെൽട്ടോസ് എല്ലാം ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ മാനുവൽ ഉണ്ട്, ഡീസൽ മാനുവലും ഉണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2022 മോഡൽ HTX പ്ലസ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ, 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ ഡീസൽ ആണെങ്കിലും ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ എന്ന് പറയാം അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 14,90,000. 14,90,000. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. സ്കോഡയുടെ കുഷാക്ക്. സോ നമുക്ക് സൺറൂഫ് അടക്കം വരുന്ന ഒരു കിഡ്ലൻ വാഹനം. നമുക്ക് ബോഡി വെയിറ്റ് അതേപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാതെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കിഡ്ലൻ വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡലാണ്. സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. 1.5 ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 53 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 10,90,000 നമ്മൾ ഓഫർ പ്രൈസ് ആണ് വരുന്നത്. ഒരു ഓഫർ പ്രൈസിൽ കൊണ്ടുപോകാം. അതായത് ഒരു സബോമീറ്റർ SUVന്റെ അതേ റേറ്റിൽ അത് നല്ല അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും ഫീച്ചേഴ്സ് അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം. 10,90,000 അല്ലേ? നമുക്ക് ഏകദേശം ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ തന്നെ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ലോൺ ചെയ്യാം. അതായത് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അതും ഒരു സ്പെഷ്യൽ റേറ്റിൽ. അതും ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയൊരു കിലോമീറ്റർ, അതായത് 50,000 സംതിങ് ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇത് നമുക്ക് ടാറ്റ നെക്സോൺ. ഏതായിരുന്നു? ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ആണ്. സോ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കുക അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡല് മിഡിൽ ഓപ്ഷനിൽ സൺറൂഫ് വരുന്ന ടൈപ്പ് XMS എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. അതായത് സ്പെഷ്യൽ ആണ്. 24 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. 24,000 കിലോമീറ്റർ. അതിൽ നമുക്ക് സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനം. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്.
സോ നമുക്ക് പെട്രോൾ ആയതുകൊണ്ട് കുറഞ്ഞ മെയിൻ്റെനൻസും അത്യാവശ്യം മൈലേജും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7,30,000. 30. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 1 lakh ഒക്കെ ഇറക്കാം, സുഖമായിട്ട് വണ്ടി ഇറക്കാം. ദെൻ വീണ്ടും നമുക്കൊരു റെനോയുടെ കൈകർ തന്നെയാണ്. നേരത്തെ ഒരു വാഹനം പരിചയപ്പെട്ടു, മാനുവൽ ആയിരുന്നു, ഇത് ഓട്ടോമാറ്റിക് ആണ്. സിലോ ഫിനിഷിംഗ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ RXL ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 16,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷൻ എന്ന് പറയാലോ, ചെറിയ കിലോമീറ്റർ ആണ്, വെറും 16,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം. അതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സോ നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എത്ര ചോദിക്കുന്നതിന്? വെറും 6,25,000. 6,25,000 അല്ലേ? ഏകദേശം നമുക്ക് ഒരു 19 രൂപ വണ്ടി ഇറക്കാം. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റൂല, മാക്സിമം ലോൺ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഇത് നമുക്ക് ഡാർക്ക് എഡിഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു കിഡിലൻ നെക്സോൺ, അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ XZ പ്ലസ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡാർക്ക് എഡിഷൻ ആണ് വരുന്നത്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 8,75,000. 8,75,000 നമുക്ക് പെട്രോൾ അല്ല വരുന്നത്? പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ, മെയിൻ്റെനൻസ് കുറവായിരിക്കും. അത് ഡാർക്ക് എഡിഷനിൽ സൺറൂഫ് അടക്കം വരുന്ന ഒരു കിഡിലൻ വാഹനം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം 1 lakh ഒക്കെ നമുക്ക് ഇറക്കാം, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് വീണ്ടും ഒരു സബോമീറ്റർ SUV ആണ് പോകുന്നത്. ഹുണ്ടായുടെ വെന്യൂ ആണ്. അത് നമുക്ക് സൺറൂഫ് അടക്കം വരുന്നുണ്ട്. DCT ഗിയർ ബോക്സ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി നല്ല കംഫർട്ടായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. സോ നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു ഏറ്റവും ടോപ്പ് എൻഡ് ആണോ? ഏറ്റവും ടോപ്പ് എൻഡ് SX പ്ലസ് ആണ് വരുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 മോഡൽ SX പ്ലസ് സിംഗിൾ ഓണർഷിപ്പ്, 38,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ചോദിക്കുന്ന റേറ്റ് 9,90,000. 9,90,000 അല്ലേ? 10-80 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്കൊരു US ബ്രാൻഡിൽ ജീപ്പ് കോമ്പസ്, ഒരു സ്പെഷ്യൽ കളറാണ്. അടിപൊളി കളറാണ്, ഒരു ഫ്ലോറസൻ ടൈപ്പ് വരുന്ന ഒരു കളർ. ലിമിറ്റഡ് ആണല്ലേ നമ്മൾ കാണുന്നത്. അതും KL11 ഇവിടെ കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ മാനുവൽ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. 48,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്ന റേറ്റ് 9,90,000 രൂപ. ഒരു ഓഫർ പ്രൈസ് ഓപ്ഷനാണ്, മിഡിൽ ഓപ്ഷനിൽ വരുന്നത്. മിഡിൽ ഓപ്ഷൻ അതായത് ഡീസലാണ്. നമുക്ക് അത്യാവശ്യം സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. നല്ല ട്രാക്ക് കാര്യങ്ങൾ 1,00,000 താഴെയുള്ള ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഫുൾ ഓണിൽ ഇറക്കാം. അപ്പോൾ നല്ല ട്രാക്കിന് ഫുൾ ഓണിൽ ഇറക്കാം. അതും നമുക്ക് ഡീസൽ മാനുവൽ സിംഗിൾ ഓൺഷിപ്പിൽ ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കിടിലൻ വാഹനം. ദെൻ വീണ്ടും നമുക്കൊരു സോണറ്റ് ആണ്. നേരത്തെ ഒരു വാഹനം നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇത് നമുക്ക് ഒരു റെഡ് ഫിനിഷിംഗിൽ ഒരു വാഹനമാണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡൽ HTX തന്നെ, നേരത്തെ കാണിച്ച പോലെ തന്നെ HTX സിംഗിൾ ഓൺഷിപ്പ്, 14,000 സംതിങ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്രോൾ IMT ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലേഡീസിനൊക്കെ കംഫർട്ടാണ്. കാരണം നമുക്ക് ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാത്രം വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഓട്ടോമാറ്റിക് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നു. അതേപോലെ നമുക്ക് സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനം. ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമ്മൾ 9,40,000 ചോദിക്കുന്ന റേറ്റ്. 1 lakh ഒക്കെ ഇറക്കാൻ പറ്റും, സുഖം പറ്റും. ദെൻ നമുക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു ഓൾട്രോസ്, ഷേപ്പ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഫുൾ ബ്ലാക്കിൽ സൺറൂഫ് അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഡാർക്ക് എഡിഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2023 മോഡല്, വെറും 7,000 കിലോമീറ്റർ മാത്രം ഓടി. 7,000 കിലോമീറ്റർ അല്ലേ? XZ പ്ലസ് മാനുവൽ ആണ്. XZ പ്ലസ് S എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിന്റെ ഡോറിന്റെ ഓപ്പണിംഗ് ആണ്. 90 ഡിഗ്രി നമുക്ക് ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് പ്രായമായവർക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വണ്ടിയിലേക്ക് കയറാനും എല്ലാം സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. അതേപോലെ നമുക്ക് റിയർ സൈഡും ഈ 90 ഡിഗ്രി തന്നെ നമുക്ക് ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷന്. സോ നമുക്ക് എത്രയായിരുന്നു ഈ വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് 8,70,000. 8,70,000 വന്ന അതേ കണ്ടീഷനാണ്. സോ നമ്മൾ വാഷ് ചെയ്തിട്ടൊന്നുമില്ല. അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ബാക്കി എല്ലാം പക്ക നീറ്റാണ് വാഹനം വരുന്നത്. നമ്മളതിന് എടുക്കുന്ന എല്ലാ വാഹനവും വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഒക്കെ കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ നിലവിൽ ഇപ്പൊ ഇത് വന്ന കണ്ടീഷനാണ്. അപ്പൊ അതിന്റെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. ബാക്കി എല്ലാം പക്കയാണ് വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും?
1 lakh ഒക്കെ മതിയാവും. 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ. ഓഫർ പ്രൈസിൽ അതും നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്ന ഒരു കിഡ്ലൻ താറ്, അതും ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്ക് അൾട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് 53,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ. നമുക്ക് ഓഫ് റോഡ് ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും ഇന്റീരിയർ ഒക്കെ പക്ക വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടുവരുന്നുള്ള ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് വാഹനം. അവിടെ നിർത്തണം ഒന്നുകൂടി. പെട്രോൾ ആണ് ഇതിന്റെ ഫ്യൂല് വരുന്നത്. ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. സോ ഒരു സ്പെഷ്യൽ റേറ്റ് നിങ്ങൾ നെട്ടിക്കുന്ന വിലയിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം കേട്ടോ. അതൊരു പൊളി കളറിൽ വീണ്ടും ഒരു സ്കോഡയുടെ കുഷാക്കാണ്. നേരത്തെ നമ്മളൊരു വാഹനം സ്പെഷ്യൽ ഓഫറിൽ പരിചയപ്പെട്ടിരുന്നു. ഇത് ബ്ലഡ് റെഡിലെ ഒരു കിള്ളം വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ആംബിഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 38,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ് വരുന്നത്. റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് വെറും 11,75,000. 11,75 സ്പെഷ്യൽ റേറ്റ് ആണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ബസ് ആവുന്ന ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു EV ആണ്, സ്പെഷ്യൽ റേറ്റ് ആണ്. പുതിയൊരു വാഹനത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഒറ്റ ചാർജിൽ നമുക്ക് 200ഓളം കിലോമീറ്റർ, അതായത് 350 കമ്പനി പറയുന്നുണ്ടെങ്കിലും ഏകദേശം നമുക്ക് ഒരു 200-190 വരെ നമുക്ക് ചാർജ് കിട്ടുന്ന പ്രൈം എഡിഷൻ ആണ് വരുന്നത്. പിന്നെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 10,50,000. 10,50 അല്ലേ. മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാം. ബഡ്ജറ്റ് റേഞ്ചിൽ അതും ഡീസലില് ഒരു സ്വിഫ്റ്റ് ആണ്. അങ്ങനെയൊന്നും ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡൽ VDI ആണ് ഓപ്ഷൻ വരുന്നത്. സോ നമുക്ക് ലോങ് ഡ്രൈവിൽ അത്യാവശ്യം മൈലേജ് കിട്ടൂല. 16 അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. KL 48 രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. ഏത് VDI ഓപ്ഷൻ വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്യിച്ചിട്ടുണ്ട്. കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 71,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 4,90,000. 4,90 അല്ലേ. ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കാം. നമ്മൾ സേഫ്റ്റി, പെർഫോമൻസ്, നല്ല യാത്രാ കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ് സ്കോഡ സ്ലാവിയ. അതും വൈറ്റില് സൺറൂഫ് അടക്കം വരുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസും ഒരു കിഡിലും കംഫർട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. 1 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. വെറും 13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,45,000 രൂപ. 13,45 അല്ലേ. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് GT ലൈനിൽ, അതും കിയ, അത് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി സെൽട്ടോസ്. അതെ. ഓക്കെ, എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2022 മോഡലാണ്. ഏറ്റവും ടോപ്പ് തന്നെ GTX പ്ലസ്, സിംഗിൾ ഓൺഷിപ്പ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 50,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓട്ടോമാറ്റിക് ആണ്. അതും GT ലൈന് ഡീസൽ ഓട്ടോമാറ്റിക്, സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, അതും ഫുൾ ബ്ലാക്കിൽ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഒരു 17,45,000. 17,45, ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊന്ന് ക്യാപ്സിലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. കാലിക്കറ്റ് മീഞ്ചന്ത ബൈപ്പാസിൽ തിരുവണ്ണൂരാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ക്യാബ്സ് കാർസ് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി എസ്യുകളും നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഹാച്ച് ബാക്കുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക്, അതേപോലെ തന്നെ ബൈബാക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി ഷോറൂം കൂടിയാണ്. സോ ലോ കിലോമീറ്ററിൽ, അതും ചെറിയ ചെറിയ ഓൺഷിപ്പ്, 1-2 ഓൺഷിപ്പിലൊക്കെയുള്ള ഒത്തിരി വാഹനങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് ടെൻഷൻ കൂടാതെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കാറുകൾ വേണമെങ്കിൽ നേരെ ക്യാബ്സിക്ക് പോരി. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് പെരുന്നാളൊക്കെ വരുന്നുണ്ട്, അതേപോലെ മഴക്കാലമൊക്കെ ആവാൻ പോവുകയാണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല ഓഫർ റേറ്റിൽ നമുക്കിപ്പോൾ വാഹനം ഇവിടെ അവൈലബിൾ ആണ്. മാക്സിമം ഷെയർ ചെയ്യുക, നല്ല ഒരു അടിപൊളി കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ജെഫ്ന സൈനിങ്.